നമസ്കാരം. അമേരിക്കയിൽ വിമാനം തകർന്നു വീണ അപകടം. മെയ്നയിലെ ബംഗൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 8 യാത്രക്കാരുമായി പറന്നുയർന്ന സ്വകാര്യ വിമാനമാണ് തകർന്നു വീണത്. ഞായറാഴ്ച രാത്രി 7:45ഓടെയാണ് അപകടം സംഭവിച്ചത്. റൺവേയിൽ വെച്ച് തകർന്ന വിമാനം തലകീഴായി മറിയുകയും കറുത്ത പുക ഉയരുകയും ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് അടിയന്തര രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. രാത്രി 8:30ഓടെ ബംഗൂർ വിമാനത്താവളം പുറത്തിറക്കിയ പ്രസ്താവനയിൽ യാത്രക്കാരുടെ വിമാനത്താവളം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. വിമാനത്താവളം അടച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചു. മെയിൻ സംസ്ഥാന പോലീസും ബംഗൂർ പോലീസും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ബോസ്റ്റണിൽ നിന്ന് ഏകദേശം 320 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ബംഗൂർ വിമാനത്താവളം വാഷിംഗ്ടൺ DC, ഫ്ലോറിഡ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തുന്ന ഇടമാണ്. ബോംബാർഡിയർ ചലഞ്ചർ 650 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഹൂസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വിമാനമാണിത്. അപകടത്തിൽപ്പെട്ട ബോംബാർഡിയർ ചലഞ്ചർ വിമാനത്തിൽ 9 മുതൽ 11 യാത്രക്കാർക്ക് വരെ സഞ്ചരിക്കാവുന്ന ബിസിനസ് ജെറ്റാണ്. 1980-ൽ പുറത്തിറങ്ങിയ ഈ മോഡൽ സ്വകാര്യ യാത്രകൾക്കായി ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. അമേരിക്കയിലുടനീളം ജനജീവിതം ദുസ്സഹമാക്കിയ വിന്റർ സ്റ്റോം ഫേൺ എന്ന ശീതകാല കൊടുങ്കാറ്റിനിടയിലാണ് ഈ അപകടമുണ്ടായത്. കഴിഞ്ഞ വാരാന്ത്യത്തിലുടനീളം ആഞ്ഞടിച്ച കൊടുങ്കാറ്റും മഞ്ഞുവീഴ്ചയും അമേരിക്കയിലെ ഗതാഗത സംവിധാനങ്ങളെ പാടെ തകർത്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധം നിലച്ചിരുന്നു. ഞായറാഴ്ച മാത്രം ഏകദേശം 12,000 വിമാന സർവീസുകൾ റദ്ദാക്കുകയും 20,000-ഓളം സർവീസുകൾ വൈകുകയും ചെയ്തിരുന്നു. ഫിലാഡൽഫിയ, വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി തുടങ്ങിയ ഇടങ്ങളിലെ വിമാനത്താവളങ്ങളെല്ലാം കടുത്ത പ്രതിസന്ധിയിലാവുകയും ചെയ്തു. അമേരിക്കയിൽ ആഞ്ഞടിക്കുന്ന അതിശക്തമായ മഞ്ഞുവീഴ്ചയും ശീതകാറ്റിനെയും തുടർന്ന് വ്യോമഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നിരവധി വിമാനങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് റദ്ദാക്കിയത്. അപകടം നടക്കുന്ന സമയത്തെ കനത്ത മഞ്ഞുവീഴ്ച കാരണം വിമാനത്താവളത്തിലെ കാഴ്ചപരിധി വളരെ കുറവായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും സംയുക്തമായി വിശദമായ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസവും അമേരിക്കയിൽ വിമാനാപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പൊള്ളലേറ്റ രോഗിയുമായി ടെക്സസിലേക്ക് വരികയായിരുന്ന മെക്സിക്കൻ നാവികസേനയുടെ വിമാനമായിരുന്നു അന്ന് തകർന്നു വീണത്. അന്നുണ്ടായ അപകടത്തിൽ 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ടെക്സസിലെ ഗാൽവെസ്റ്റൺ ബേയിലായിരുന്നു അന്ന് വിമാനം അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിൽ 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പൊള്ളലേറ്റ രോഗികളെ കൊണ്ടുവന്ന വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. പൊള്ളലേറ്റവരെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന മെക്സിക്കൻ സന്നദ്ധ സംഘടനയായ മിച്ചൗ ആൻഡ് മൗ ഫൗണ്ടേഷന്റെ മെഡിക്കൽ മിഷന്റെ ഭാഗമായിരുന്നു ഈ വിമാനം. അതേസമയം അമേരിക്കയിൽ കഴിഞ്ഞ വർഷം വിമാന അപകടങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടില്ലെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിരവധി പ്രധാന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പൊതുജനങ്ങളിൽ ആശങ്ക വർദ്ധിക്കുകയും ചെയ്തെങ്കിലും കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അപകടങ്ങളിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല. സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ US വ്യോമയാന സുരക്ഷയെക്കുറിച്ചും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെയും എയർ ട്രാഫിക് കൺട്രോൾ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. മുൻ ഭരണകൂടം നിക്ഷേപം നടത്തിയിട്ടും US ATC ജീവനക്കാരുടെ കുറവ് നേരിടുന്നുണ്ട്. ഇത് വ്യോമയാന സംവിധാനത്തിലെ മറ്റ് ചില ദൗർബല്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരം പിഴവുകളെ തുടർന്ന് US ഗതാഗത സെക്രട്ടറി സീൻ ഡഫി മെയ് മാസത്തിൽ ഒരു പുതിയ ATS സംവിധാനം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു.